പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിന് വേണ്ടി, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ശിഷ്യന്മാരെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ കാത്തിരുന്ന ശിഷ്യന്മാരിലേക്ക് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ശിഷ്യന്മാർക്കാണ് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും രക്തസാക്ഷിത്വം വഹിക്കുവാനുമായിട്ടുള്ള കൃപ ലഭിച്ചത് ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുകൊണ്ടാണ്. ഇന്നും സഭയിലെ അനേകം മക്കൾ ലോകത്തിൻ്റെ പല മേഖലകളിലും ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്നു. ആ രക്തസാക്ഷിത്വം വഹിക്കുവാനായിട്ടുള്ള കൃപ അവർക്ക് കിട്ടിയത് അവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതിൻ്റെ പേരിലാണ്. അതല്ല എങ്കിൽ ഈ പറയപ്പെട്ട തീവ്രവാദികളുടെ കൂടെ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ചെന്ന് കൂടിക്കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട രക്തസാക്ഷിയാകേണ്ട, തല്ലൊന്നും മേടിക്കേണ്ട, വെടിവെച്ച് കൊല്ലത്തില്ല, കഴുത്ത് കണ്ടിച്ച് കൊല്ലത്തുമില്ല, ഒന്ന് കൂടിയാൽ മതി. എന്നാൽ യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുവാൻ എത്ര തരത്തിലുള്ള പീഡനങ്ങൾ വന്നു കഴിഞ്ഞാലും ആ പീഡനങ്ങളെ സ്വീകരിക്കുവാനും അത് സഹിക്കുവാനും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനുമായിട്ടുള്ള ശക്തി കൊടുക്കുന്നത് ആരാ? യഥാർത്ഥത്തിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പരിശുദ്ധാത്മാവ് ഈ ശക്തി കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ശിഷ്യന്മാരെ ശക്തി പ്രാപിച്ചു. അതുപോലെ തന്നെ അന്ന് തന്നെ പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് മാമോദിസ സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. അതാണ് മാമോദിസയുടെ പ്രത്യേകത. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഒരു പുതിയ സമൂഹം അവിടെ ഉണ്ടാകുന്നു. ഇതാണ് സഭയിൽ മാമോദിസായ്ക്ക് യേശുവിനെ നിൻ്റെ ജീവിതത്തിൽ രക്ഷകനും കർത്താവും രാജാവുമായി നീ സ്വീകരിക്കുന്നുവോ? അങ്ങനെ സ്വീകരിക്കുന്നു. അങ്ങനെ മാമോദിസ സ്വീകരിച്ച ആ വ്യക്തിക്ക് മാത്രമേ വിശുദ്ധ കുർബാനയിലൂടെ യേശുവിനെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. ആ മേഖല ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ശിഷ്യന്മാരുടെ പ്രവർത്തനം പിന്നെ മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം വായിച്ചാൽ 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ 2-ാം അധ്യായത്തിലെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് സഭയുടെ രൂപീകരണത്തിന് ശേഷം 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുടന്തന് സൗഖ്യം കൊടുക്കുന്നു, മുടന്തന് രോഗസൗഖ്യം കൊടുക്കുന്നു. അജകവാടത്തിലിരുന്നൊരു മുടന്തനായ മനുഷ്യൻ പത്രോസിൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി. പത്രോസും അവനെ നോക്കി. പത്രോസിൻ്റെ നേരെ കൈ നീട്ടി. അവനോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ തരാൻ വെള്ളിയുമില്ല, സ്വർണവുമില്ല, ഒന്നുമില്ല. ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിനക്ക് തരാം. ഞങ്ങൾക്കുള്ളത് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പറയുന്ന ആ നിമിഷം തന്നെ അവൻ എഴുന്നേറ്റ് നടക്കുന്നു. മുടന്തൻ, അവൻ സൗഖ്യം കിട്ടുന്നു. ഈ മുടന്തന് സൗഖ്യം കിട്ടിയപ്പോൾ അത് ലോകം മുഴുവൻ, ആ പ്രദേശം മുഴുവനും പരന്നു. ഈ മുടന്തന് സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇതാ നേതാക്കന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി. സകല നേതാക്കന്മാരും ഒരുമിച്ച് കൂടി. സഭയിലെ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അന്നത്തെ പുരോഹിതന്മാരും പുരോഹിത പ്രമാണിമാരും നിയമജ്ഞന്മാരും ഫരീസീരും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി. വിശുദ്ധ ഗ്രന്ഥത്തിൽ അതെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും,
5 മുതലുള്ള തിരുവചനത്തിൽ പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞന്മാരും ജെറൂസലേമിൽ സമ്മേളിച്ചു. പ്രധാന പുരോഹിതൻ അന്നാസും കയ്യഫാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതൻ്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, എന്തധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങളിത് പ്രവർത്തിച്ചത്? എന്താ പ്രവർത്തിച്ചത്? ഒരു മുടന്തന് സൗഖ്യം കൊടുത്തു യേശുവിൻ്റെ നാമത്തിൽ. യഥാർത്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കാൻ പത്രോസ് പറഞ്ഞുവെങ്കിൽ പത്രോസിൻ്റെ നാവിലൂടെ പറഞ്ഞത് ദൈവമാണ്. അവന് സൗഖ്യം കൊടുത്ത പത്രോസല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവമാണ് അവന് സൗഖ്യം കൊടുത്തത്, പത്രോസല്ല. പക്ഷേ ഈ പറയപ്പെട്ട നിയമജ്ഞന്മാർക്കത് മനസ്സിലായില്ല. കർത്താവായ യേശുവാണ് ഇവിടെ ഈ അത്ഭുതം പ്രവർത്തിച്ചതെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. അവർ വിസ്തരിക്കുന്നു. നിനക്കത് പ്രസംഗിക്കുവാനും പ്രഘോഷിക്കുവാനും ഇതൊക്കെ നടത്താനായിട്ടുള്ള ലൈസൻസ് ഉണ്ടോ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചായിരിക്കും ഇവരെ വിചാരണ ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിലും വിചാരണയുണ്ട്. ഇങ്ങനെ വിചാരണ ചെയ്യുമ്പോഴെല്ലാം അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുവാനായിട്ടുള്ള വലിയ ഒരു തീഷ്ണത ഒരു വ്യക്തിക്ക് ലഭിക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ തീഷ്ണതയോടുകൂടി ആത്മാക്കളെ നേടുവാൻ പറ്റുകയുള്ളൂ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ മറ്റു പല മേഖലകളിൽ നിന്നും അവർക്ക് പീഡനം കടന്നു വന്നപ്പോൾ അവർ സഹിച്ച് ക്ഷമിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തതുപോലെ അങ്ങേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളെ ഓരോരുത്തരും കല്ലെറിയുമ്പോൾ സഹിച്ച് ക്ഷമിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തി ആത്മാക്കളെ നേടുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.